എൻ്റെ അടുത്ത് പലപ്പോഴും കുട്ടികൾ വന്ന് പറയാറുണ്ട്, മറന്നു പോണു, പഠിക്കുന്നതൊക്കെ മറന്നു പോണു, പരീക്ഷയ്ക്കൊന്നും ഓർമ്മ വരുന്നില്ല, എന്താണാവോ മറന്നു പോണേന്ന് ചോദിക്കാറുണ്ട്. മറവി ഒരു രോഗമാണോ എന്ന് ചോദിക്കും. മറവി ഒരു രോഗമാണോ? മറവി രോഗം വരാറുണ്ട്. ഡെമൻഷ്യ, അൽഷിമേഴ്സ്, ഓർഗാനിക് ബ്രെയിൻ സിൻഡ്രോം, അങ്ങനെയൊക്കെ മറവികൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ കുട്ടികളിൽ വരുന്നത് മറവി ഒരു രോഗമല്ല, അവർ പഠിക്കുന്ന രീതി ശരിയല്ലാത്തത് കൊണ്ടാണ്. നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ ആദ്യം തന്നെ ഇഷ്ടത്തോടു കൂടി പഠിക്കണം. ഇഷ്ടത്തോടു കൂടി എന്ത് കാര്യം ചെയ്താലാണ് നമുക്കത് ഉപയോഗപ്രദമാവുള്ളൂ. വെറും 3 വാക്കുകളാണ് നമ്മൾ മറക്കാതിരിക്കാനായിട്ട്, ഓർക്കാനായിട്ട് ഏറ്റവും രസകരമായിട്ടുള്ളത്. IAS. I എന്ന് പറഞ്ഞാൽ ഇമാജിനേഷൻ, A എന്ന് പറഞ്ഞാൽ അസോസിയേഷൻ, S എന്ന് പറഞ്ഞ സ്റ്റോറി. ഇങ്ങനെ 3 രീതിയിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാൻ എളുപ്പമായിരിക്കും. ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ സങ്കല്പിക്കുക, ദൃശ്യാവിഷ്കരിക്കുക. അതായത് വിഷ്വൽ മെമ്മറിയും വെർബൽ മെമ്മറിയും ഉണ്ട്. ബ്രെയിന് പെട്ടെന്ന് പിക്ക് ചെയ്യാൻ പറ്റുന്നത് വിഷ്വൽ മെമ്മറിയാണ്. അതുകൊണ്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെ ഇമാജിനേഷൻ ചെയ്യാൻ നോക്കുക. ഇപ്പോൾ നമ്മൾ റെഡ് കാർ എന്ന് പറയുമ്പോൾ ഒരു റെഡ് കാർ നമ്മൾ ഇമാജിൻ ചെയ്യുക, നമ്മളപ്പോൾ അത് മറക്കില്ല. ഒരു ആപ്പിൾ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഗ്രീൻ ആപ്പിൾ ആവും, റെഡ് ആപ്പിൾ ആവും. അതൊക്കെ ഒന്ന് ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ കുട്ടികൾ മറക്കില്ല. അതുപോലെ തന്നെയാണ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ പഠിച്ച കാര്യങ്ങളെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഒരു കാര്യത്തിനെ പഠിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ പഠിക്കുന്നതായിട്ട് ഇപ്പോൾ ഒരു കുട്ടിക്ക് പഠിക്കുമ്പോൾ ബോക്സ് കൊടുക്കുകയാണെങ്കിൽ പെൻസില്, സ്കെയില്, ഇറേസർ, ഇതൊക്കെ കുട്ടികൾ കണക്ട് ചെയ്യാൻ പറ്റും എഴുതുന്ന പുസ്തകമൊക്കെ ആയിട്ട്. അങ്ങനെയാകുമ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് ഓർമ്മ വരാൻ സാധിക്കും. പിന്നത്തെയാണ് S, സ്റ്റോറി. പഠിക്കുന്ന കാര്യങ്ങൾ ഒരു കഥ പോലെ പഠിക്കുക. നമ്മൾ ചെറുപ്പത്തിൽ എന്തൊക്കെ കഥകൾ കേട്ടിട്ടുണ്ട്. ഈവൻ നമ്മൾ ആദ്യമായിട്ട് കോളേജിൽ പോയ ദിവസം, സ്കൂളിൽ പോയ ദിവസം, കൂട്ടുകാരോ പിക്നിക്കിന് പോയ ദിവസമൊക്കെ നമ്മൾ 3-4 ദിവസമാണെങ്കിലും നമ്മളത് വളരെ കറക്റ്റായിട്ട് ഓർത്തിരിക്കും. അതായത് നമ്മളൊരു കഥ പോലെയാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും ഓർക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റും. ഇത് തന്നെയാണ് നമ്മുടെ തന്മാത്ര സിനിമയിലും ദൃശ്യം സിനിമയിലൊക്കെ ഉപയോഗിച്ചേക്കണേ. അതിൽ പറയുന്നത് കണ്ടിട്ടില്ലേ? ദൃശ്യം സിനിമയിൽ ഒരു സ്ഥലത്ത് പറഞ്ഞു കൊടുക്കല്ല ചെയ്ത് മോഹൻലാൽ, എല്ലാ സ്ഥലങ്ങളും പോയി കാണിച്ചു, കണക്ട് ചെയ്ത് കൊടുത്തു. അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് എത്ര നടക്കാത്ത കാര്യമാണെങ്കിലും അത് മെമ്മറൈസ് ചെയ്യാൻ പറ്റി. ഈ രീതിയിൽ നമ്മൾ പഠനം മാറ്റാണെങ്കിൽ, പഠനം രസകരമാക്കുകയാണെങ്കിൽ നമ്മൾ പഠിച്ച ഒരു കാര്യം മറക്കില്ല, നമുക്ക് നല്ല രീതിയിൽ അത് ഓർത്തെടുക്കാൻ സാധിക്കും. ഇങ്ങനെ പഠനത്തിനൊന്ന് മാറ്റി നോക്ക്, രസകരമായിരിക്കും പഠനം.